ഹലോ. ഇക്കഴിഞ്ഞ ജൂനിയർ ക്ലർക്ക് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? മൊത്തത്തിൽ നോക്കുമ്പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ സിമ്പിൾ ആയിരുന്നു. സോ കട്ട് ഓഫ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. എങ്കിലും ചില ക്വസ്റ്റ്യൻസ് എന്താ നമുക്ക് കുറച്ച് ട്രിക്കി ആയിട്ട് കൺഫ്യൂസിങ് ആയിട്ടുള്ളത് വന്നിട്ടുണ്ട് അല്ലേ? സോ നമുക്കിന്ന് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്യാം. ഇതിന്റെ ആൻസർ കീ ഓൾറെഡി നമ്മുടെ എലിക്സർ ലേണിംഗ് ആപ്പിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ മാർക്ക് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. സോ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നിങ്ങൾ നിങ്ങളുടെ എലിക്സർ ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് അതിൽ പ്രീവിയസ് ഇയർ എക്സാമിൻ്റെ സെക്ഷൻ ഓപ്പൺ ചെയ്യാം. അതിൽ മുകളിൽ തന്നെ ഈ ജൂനിയർ ക്ലർക്ക് ക്ലാസ് 2 ടു ക്ലാസ് 7 ബാങ്കിൻ്റെ എക്സാം മുകളിൽ തന്നെ ഉണ്ട്. സോ അതിൽ സ്റ്റാർട്ട് കൊടുക്കുക ആൻഡ് പ്രാക്ടീസ് ക്ലിക്ക് ചെയ്യുക. ആൻഡ് ഇതിൽ ഈ ഐക്കൺ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഇതിലെ എല്ലാ ക്വസ്റ്റ്യൻസും ഇവിടെ കാണിക്കും. അതിൽ നമുക്ക് ആദ്യം 85ാമത്തെ ചോദ്യം നോക്കാം. സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ആക്ട് വാസ് പാസ്ഡ് ഇൻ. ഇതിലെ കറക്റ്റ് ആൻസർ വരുന്നത് 1951 ആണ്. 1951 ആക്ട് 63 ആണ് ഈ സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ആക്ട് എന്ന് പറയുന്നത്. ഇത് യൂണിയൻ പാർലമെന്റ് ഇനാക്ട് ചെയ്തത് സെപ്റ്റംബർ 28, 1951 ആൻഡ് ഓൾസോ ഇത് പ്രസിഡൻഷ്യലിന്റെ അസന്റ് കിട്ടിയത് ഒക്ടോബർ 31, 1951 ഇത് സ്മോൾ ആൻഡ് മീഡിയം സ്കെയിൽ ഇൻഡസ്ട്രീസിന് വേണ്ടിയിട്ട് ഷോർട്ട് ആൻഡ് മീഡിയം ടേം ലോൺ കൊടുക്കാൻ വേണ്ടി, ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ സ്റ്റേറ്റ് ഗവൺമെന്റിനും അവരുടെ തന്നെ ഫിനാൻഷ്യൽ കോർപ്പറേഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ സ്റ്റേറ്റ് ഗവൺമെന്റിനെയും എംപവർ ചെയ്യുന്ന ആക്ട് ആണ് ഈ സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ആക്ട് എന്ന് പറയുന്നത്. ഇത് വന്ന വർഷം 1951 ആണ്. ആൻഡ് ഇവരുടെ മാക്സിമം ഷെയർ ക്യാപിറ്റൽ, മാക്സിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 5 കോടി രൂപയും അതുപോലെ തന്നെ മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 50 ലക്ഷം രൂപയുമാണ്. അടുത്തത് 82ാമത്തെ ചോദ്യമാണ്. 82 സെലക്ട് ചെയ്യുക. അതിൽ ദ ഡിസ്കൗണ്ട് ആൻഡ് ഫിനാൻസ് ഹൗസ് ഓഫ് ഇന്ത്യ വാസ് സെറ്റപ്പ് ഇൻ. ഏത് വർഷമാണ്? 1988 ഇത് ദ ഡിസ്കൗണ്ട് ആൻഡ് ഫിനാൻസ് ഹൗസ് ഓഫ് ഇന്ത്യ സെറ്റപ്പ് ചെയ്തത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും അതുപോലെ തന്നെ പബ്ലിക് സെക്ടർ ബാങ്കും ആൻഡ് ഓൾ ഇന്ത്യ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും കൂടി ജോയിൻലി സെറ്റപ്പ് ചെയ്തതാണ് ഈ ഡിസ്കൗണ്ട് ആൻഡ് ഫിനാൻസ് ഹൗസ് ഓഫ് ഇന്ത്യ. മണി മാർക്കറ്റ് ഡെവലപ്പ് ചെയ്യാനും അതുപോലെ തന്നെ ഈ മണി മാർക്കറ്റിലെ ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ഇത് സെറ്റപ്പ് ചെയ്തത്. വാഗുൽ വർക്കിംഗ് ഗ്രൂപ്പിന്റെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് ഇത് സെറ്റപ്പ് ചെയ്തത്. ഈ ഡിസ്കൗണ്ട് ആൻഡ് ഫിനാൻസ് ഹൗസ് ഓഫ് ഇന്ത്യക്ക് ബ്രാഞ്ചസ് ഉള്ളത് അഹമ്മദാബാദ്, ഹൈദരാബാദ്, ബാംഗ്ലൂർ, കൽക്കട്ട, ചെന്നൈ ആൻഡ് ന്യൂഡൽഹി. ഇവിടെയൊക്കെയാണ് ഇവർക്ക് ബ്രാഞ്ചസ് ഉള്ളത്. ഇവരുടെ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 200 കോടി രൂപയാണ്. അതിൽ RBIക്ക് 10.5%, അതുപോലെ തന്നെ പബ്ലിക് സെക്ടർ ബാങ്കിന് 62% ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് വരുന്നത് 26.6% ആണ്. ഡിസ്കൗണ്ട് ആൻഡ് ഫിനാൻസ് ഹൗസ് ഓഫ് ഇന്ത്യ ഡീൽ ചെയ്യുന്ന മണി മാർക്കറ്റിലെ ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്നത് ട്രഷറി ബില്ല്, ഡേറ്റഡ് ഗവൺമെന്റ് സെക്യൂരിറ്റീസ്, അതുപോലെ തന്നെ നമ്മുടെ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്, കോൾ മണി, അതൊക്കെയാണ് ഇവരെ ഡീൽ ചെയ്യുന്ന മണി മാർക്കറ്റിലെ ഇൻസ്ട്രുമെന്റ്സ്. അടുത്ത 55ാമത്തെ ചോദ്യമാണ്. ദ മിനിമം ഷെയർ ക്യാപിറ്റൽ റിക്വയർമെന്റ് സ്പെസിഫൈഡ് ഇൻ സെക്ഷൻ 7 ഓഫ് KCS ആക്ട് 1969 ഷാൽ നോട്ട് ബി അപ്ലിക്കബിൾ ടു ഡാഷ്. ഇതിൽ കറക്റ്റ് ആൻസർ വരുന്നത് കോപ്പറേറ്റീവ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റീസ് ആണ്. ഇവിടെ ഈ ക്രെഡിറ്റ് സൊസൈറ്റീസിന്റെ മാക്സിമം ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 2,50,000 രൂപയാണ്. അതുപോലെ തന്നെ നോൺ ക്രെഡിറ്റ് സൊസൈറ്റീന്റെ മാക്സിമം ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 1,00,000 രൂപയാണ്. ഇനി ഈ ഷെയർ ക്യാപിറ്റൽ റിക്വയർമെന്റ് ആവശ്യമില്ലാത്ത, നോട്ട് അപ്ലിക്കബിൾ ആയിട്ട് വരുന്നത് ആർക്കൊക്കെയാണ്? SC/ST കോപ്പറേറ്റീവ് സൊസൈറ്റി, അതുപോലെ തന്നെ ഫിഷറീസ്, വനിത, പിന്നെ ട്രാൻസ്ജെൻഡർ സൊസൈറ്റീസ്, പ്രൈമറി ആനന്ദ് പാറ്റേൺ കോപ്പറേറ്റീവ് മിൽക്ക് സൊസൈറ്റി, പിന്നെ സ്കൂൾ ആൻഡ് കോളേജ് സൊസൈറ്റീസ് ആൻഡ് ലാസ്റ്റ് വരുന്ന നമ്മുടെ ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഇവർക്കൊന്നും ഈ നമ്മുടെ ഷെയർ ക്യാപിറ്റൽ റിക്വയർമെന്റ് അപ്ലിക്കബിൾ അല്ല. അടുത്തത് 54ാമത്തെ ചോദ്യമാണ്. സെക്ഷൻ 57E ഓഫ് KCS ആക്ട് 1969 ഡീൽസ് വിത്ത്. ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് ആണ്. KCS ആക്ടിലെ സെക്ഷൻ 57Dയിലാണ് നമ്മുടെ റിസ്ക് ഫണ്ടിനെ കുറിച്ച് പറയുന്നത്. അതുപോലെ തന്നെ 57Cയിലാണ് കൺസോർഷ്യം സ്കീമിനെ കുറിച്ചിട്ട് പറയുന്നത്. ആൻഡ് 57B, സെക്ഷൻ 57B എന്ന് പറയുന്നത് ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീമിനെ കുറിച്ചിട്ടാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് സെക്ഷൻ 57A എന്ന് പറയുന്നത് കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് ആൻഡ് വെൽഫെയർ ഫണ്ട് ആണ്. ഇത് നിങ്ങൾ എന്തായാലും ഓർത്ത് വെക്കേണ്ട സെക്ഷൻസുകളാണ്. ഇത് എക്സാമിൽ ഇടയ്ക്കിടയ്ക്ക് കണ്ടുവരുന്ന ഒരു ചോദ്യം കൂടിയാണ്. അടുത്തത് 2ാമത്തെ ചോദ്യമാണ്. ചൂസ് ദ കറക്റ്റ് പ്രപ്പോസിഷൻ ഫോർ ദ ഫോളോയിങ്. ദ കാറ്റ് ജംപ്ഡ് ഡാഷ് ദ ടേബിൾ. ഇതിൽ ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ഓൺ, ഇൻ ടു, അറ്റ്, ഓവർ. ഇതിൽ കറക്റ്റ് ആൻസർ വരുന്നത് ഓൺ ആണ്. ഇത് ആക്ച്വലി നമുക്ക് കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു ചോദ്യമാണ് അല്ലേ? ഓൺ ആണോ ഓവർ ആണോ എന്ന് നമുക്ക് ഡൗട്ട് വരും. ഈ ഓൺ എന്ന് പറയുന്നത് ഗ്രാമാറ്റിക്കലി പോസിബിൾ ആയിട്ട് വരുന്നത് ഓൺ ആണ്. പക്ഷേ ഓവർ നമ്മൾ യൂസ് ചെയ്യുന്നത്, ഒരു പോസിബിൾ പ്രൊപ്പോസിഷൻ വരുന്നത് ഓവർ എന്നും യൂസ് ചെയ്യും. കാരണം ഒരു മൂവ്മെന്റ് ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് മൂവ് ചെയ്യുന്നത് നമ്മൾ കാണിക്കാൻ വേണ്ടിയിട്ട് ഓവറും യൂസ് ചെയ്യാറുണ്ട്. സോ ഇതിന്റെ കറക്റ്റ് ആൻസർ വരുന്നത് നമ്മൾ ആൻസർ കീ പബ്ലിഷ് ചെയ്യുമ്പോഴേ നമുക്ക് കറക്റ്റ് ആൻസർ കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ. സോ ഗ്രാമാറ്റിക്കലി നോക്കുമ്പോൾ ഓൺ ആണ് നമ്മൾ പൊതുവെ യൂസ് ചെയ്യുന്നത്.
അടുത്തത് 49ാമത്തെ ചോദ്യം നോക്കാം. If the liquidation proceedings could not be completed by the liquidator within a period of dash for the reason beyond the control of liquidator, he may apply to the government through registrar for extending the period of liquidation for a maximum of dash. ഇതിൽ കറക്റ്റ് ആൻസർ വരുന്നത് 2 ഇയേഴ്സും 1 ഇയർ ആണ്. 2 വർഷം കൊണ്ടാണ് ഈ ലിക്വിഡേറ്റർ നമ്മുടെ ഈ ലിക്വിഡേഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ആൻഡ് ഇത് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് മാക്സിമം 1 ഇയർ വരെയാണ് കൊടുക്കേണ്ടത്. ഇത് അമെൻമെന്റ് വഴിയാണ് ഇത് മാറിയത്. ആദ്യം എന്തായിരുന്നു, 3 വർഷമായിരുന്നു ഈ ലിക്വിഡേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ട പീരീഡ് എന്ന് പറയുന്നത് 3 വർഷമായിരുന്നു. ആൻഡ് അമെൻമെന്റ് പ്രകാരം ഇത് 2 വർഷമായിട്ടാണ് ചുരുങ്ങിയത്. അടുത്തത് 41ാമത്തെ ചോദ്യം നോക്കാം. The All India Central Land Mortgage Banks Cooperative Union was renamed as National Cooperative Agriculture and Rural Development Banks Federation on. ഇതിൽ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 11th January 1988 ആണ്. ഈ ഓൾ ഇന്ത്യ സെൻട്രൽ ലാൻഡ് മോർഗേജ് ബാങ്ക്സ് കോപ്പറേറ്റീവ് യൂണിയൻ എസ്റ്റാബ്ലിഷ് ചെയ്തത് 6th October 1960 ആൻഡ് ഇത് 11th January 1988 നമ്മുടെ ഈ നാഷണൽ കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക്സ് ഫെഡറേഷൻ ആക്കിയിട്ട് മാറ്റിയത്. ഇത് ഇന്ത്യയിലുള്ള നമ്മുടെ ലോങ് ടേം ക്രെഡിറ്റ് സ്ട്രക്ചറുടെ അപ്പെക്സ് ബോഡിയാണ് ഈ നാഷണൽ കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക്സ് ഫെഡറേഷൻ എന്ന് പറയുന്നത്. ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് മുംബൈയിലാണ്. അടുത്തത് 40ാമത്തെ ചോദ്യമാണ്. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ബിക്കെയിം എ ഷെഡ്യൂൾഡ് കോപ്പറേറ്റീവ് ബാങ്ക് ഇൻ ഡാഷ്. ഇതിൽ കറക്റ്റ് ആൻസർ വരുന്നത് ജൂലൈ 1966 RBI ആക്ട് 1934 RBI ആക്ടിന്റെ സെക്കൻഡ് ഷെഡ്യൂളിൽ ഈ നമ്മുടെ കേരള ബാങ്കിനെ ഉൾപ്പെടുത്തിയത് ഏത് വർഷമാണ്? ജൂലൈ 1966. ഫസ്റ്റ് ജൂലൈ 1966 നമ്മുടെ കേരള ബാങ്ക് ആണ് നമ്മുടെ കേരളത്തിലുള്ള ഫസ്റ്റ് എപ്പെക്സ് ഷെഡ്യൂൾഡ് കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുന്നത് കേരള ബാങ്ക് ആണ്. RBIന്റെ ലൈസൻസ്, ബാങ്കിങ് ലൈസൻസ് കേരള ബാങ്കിന് കിട്ടിയത് 1972 ആൻഡ് ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ട്രിവാൻഡ്രത്താണ്. ആൻഡ് ഓൾസോ ഇത് December 6, 2019 December 6 കേരള ബാങ്ക് ലോഞ്ച് ചെയ്തത്. 13 ബാങ്ക് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക്സ് മെർജ് ചെയ്തിട്ട് നമ്മുടെ December 6, 2019 പിണറായി വിജയൻ ആണ് ഇത് ഇനോഗ്രേറ്റ് ചെയ്തത്. ആൻഡ് ഓൾസോ ഇതിന്റെ ഫസ്റ്റ് പ്രസിഡന്റ് പറയുന്നത് ഗോപി കൊട്ടമുറിക്കലാണ്. ആൻഡ് ഇതിന്റെ ഫസ്റ്റ് CEO, കേരള ബാങ്കിന്റെ ഫസ്റ്റ് CEO എന്ന് പറയുന്നത് PS രാജനാണ്. ആൻഡ് കേരള ബാങ്കിന്റെ മെമ്പേഴ്സ് ആയിട്ട് വരുന്നത് ആരൊക്കെയാണ്? പാക്സ്, അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്, സ്റ്റേറ്റ് ഗവൺമെന്റ്. ആൻഡ് ഓൾസോ ഇതിൽ മെമ്പേഴ്സ് ആയിട്ട് ഇൻഡിവിജ്വൽ മെമ്പേഴ്സ് എന്താണ് ഇതിൽ ഉണ്ടാവില്ല. പാക്സ്, അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് ഇതിന്റെ മെമ്പേഴ്സ് ആയിട്ട് വരുന്നത്. അടുത്തത് 39ാമത്തെ ചോദ്യം നോക്കാം. നാഫ്സ്കോപ്പ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ. ഇതിലെ കറക്റ്റ് ആൻസർ വരുന്നത് 19th May 1964 ആണ്. നാഷണൽ ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് എന്നാണ് ഇതിന്റെ അബ്രിവേഷൻ വരുന്നത് നാഫ്സ്കോപ്പിന്റെ. ആസ് ഓഫ് 2025 ഇതിന്റെ കറന്റ് ചെയർമാൻ എന്ന് പറയുന്നത് ശ്രീ കൊണ്ടൂരു രവീന്ദ്ര റാവു ആണ്. ആൻഡ് ഓൾസോ ഇതിന്റെ MD ആസ് ഓഫ് 2025 ഇതിന്റെ MD എന്ന് പറയുന്നത് ശ്രീ ഭീമ സുബ്രഹ്മണ്യം ആണ്. ആൻഡ് നാഫ്സ്കോപ്പ് ഒറിജിനലി നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മഹാരാഷ്ട്ര കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1960 പ്രകാരമാണ്. ആൻഡ് ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് മുംബൈയിലാണ്. അടുത്തത് 38ാമത്തെ ചോദ്യമാണ്. The NHB is now a wholly owned subsidiary of dash. ഇതിൽ കറക്റ്റ് ആൻസർ വരുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ്. ഇത് കുറെ കുട്ടികൾ നമ്മൾക്ക് തെറ്റിപ്പോയി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ കറക്റ്റ് ആൻസർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ല. നാഷണൽ ഹൗസിംഗ് ബാങ്ക് ആക്ട് 1987 പ്രകാരം 9th July 1988 ഈ നമ്മുടെ NHB എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സമയത്ത് ഇത് ഫുള്ളി ഓൺഡ് സബ്സിഡറി ഓഫ് RBI ആയിരുന്നു. ഇത് പിന്നീട് 2019 ഫസ്റ്റ് മെയിലാണ് സെൻട്രൽ ഗവൺമെന്റിന്റെ നമ്മുടെ ഗവൺമെന്റിന്റെ അണ്ടറിലേക്ക് കൊണ്ടുവരുന്നത്. ഇതിന്റെ സബ്സിഡറി ഗവൺമെന്റിന്റെ സബ്സിഡറി ആയിട്ട് ഫുള്ളി ഓൺഡ് സബ്സിഡറി ആയിട്ട് മാറുന്നത് 2019 ഇത് RBIയുടെ റെഗുലേറ്ററി ആൻഡ് പ്രൊമോഷണൽ ഫംഗ്ഷൻസിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഈ സബ്സിഡറി ഇങ്ങോട്ട് മാറ്റിയത്, ഗവൺമെന്റിന്റെ അണ്ടറിലേക്ക് മാറ്റി കൊടുത്തത്. ആൻഡ് ഓൾസോ മിനിസ്ട്രി ഓഫ് ഫിനാൻസും ഗവൺമെന്റ് ഓഫ് ഇന്ത്യന്റെയും അണ്ടറിലാണ്, ഈ ജൂറിസ്ഡിക്ഷനിലാണ് ഈ NHB നാഷണൽ ഹൗസിംഗ് ബാങ്ക് ഓപ്പറേറ്റ് ചെയ്യുന്നത്. നാഷണൽ ഹൗസിംഗ് ബാങ്കിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ന്യൂഡൽഹി ആണ്. ആൻഡ് ഓൾസോ ഈ 2024 ഹഡ്കോ ആയിട്ട് നാഷണൽ ഹൗസിംഗ് ബാങ്ക് എന്നാണ് മേർജ് ചെയ്തിട്ടുണ്ട്. 2024 ഇയറും കൂടി ഒന്ന് ഓർത്ത് വെക്കുക. ഇതൊക്കെയാണ് പൊതുവെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. സോ ഫൈനൽ ആൻസർക്ക് വരുന്ന സമയത്ത് നമ്മുടെ ആപ്പിൽ ഇത് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. സോ നിങ്ങൾ ഒന്നും കൂടി ഒന്ന് കൺഫേം ചെയ്യാം. താങ്ക്